നിങ്ങളുടെ കുട്ടികൾക്ക് അഡിനോയിഡിന്റെ പ്രശ്നമുണ്ടോ? ഇത് ഒരു 16 വയസ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറുന്ന വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് പരമാവധി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് അഡിനോയിഡ് ആണെന്നുള്ള കാര്യം. ഈ ഒരു സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് ഒരു 16 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മാറുന്ന വിചാരിച്ചിരിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഉറക്കക്കുറവ്, പഠന വൈകല്യങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കോൺസെൻട്രേഷൻ പ്രശ്നം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. കൂടെ തന്നെ പല്ലിന്റെ നിരയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ മുഖത്തിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ പല്ലിന്റെ നിരയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു ദന്തൽ ഡോക്ടറെ വെച്ച് പ്രോപ്പർ ആക്കാൻ കഴിയുമെങ്കിലും ഈ മുഖത്തിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം, പഠന വൈകല്യം, ഈ സ്വഭാവ വൈകല്യം, ഇതൊക്കെ നമുക്ക് പ്രോപ്പറായി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയില്ല. ഇത് പെർമനന്റ് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങളുടെ കുട്ടികൾക്ക് അഡിനോയിഡ് ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അല്ലാതെ ഇത് വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷനും നിങ്ങളുടെ കുട്ടികളുടെ നാളത്തെ ഭാവിയെ തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും.